അപ്പം ഹെല്ലോ ഗൈസുള്ള പുതിരുവിലേക്ക് എല്ലാവർക്കും ഇന്ന് സ്വന്തം ഫുട്ബോൾ ലീഗ് 2026 വാട്ട്ഫോർഡ് FC കരിയർ മോഡലാണ് ഗൈസ്. നമ്മളിപ്പം ലീഗിൽ 1ാം സ്ഥാനത്താണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരാണെങ്കിൽ പോയി കാണുക ഗൈസ്. ഇതിൻ്റെ ലിങ്ക് അയക്കാം. അതിന് ഒരു 4 കളി കൂടി ഇല്ല ഗൈസ്. ആണെങ്കിൽ ലീഗ് C അവസാനിക്കും. പിന്നെ BEF എന്താ പറയുക, ഡിവിഷൻ 2 ഇംഗ്ലീഷ് മറ്റേ പ്രീമിയർ ലീഗ് ഇല്ലേ, അതിലൊക്കെ എത്താൻ വേണ്ടിക്ക് ഇനി 2 സീസൺ കൂടി കഴിഞ്ഞാൽ മതി. നമ്മളതിലെത്തും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ 4 കളിയാണ് ഗൈസ്. 4 കളി നമുക്കൊന്ന് കളിക്കാം ഗൈസ്. അത് നമുക്ക് 4 കളി പിന്നെ ഡിവിഷൻ ബിയിലേക്ക് എത്തുന്നതും അങ്ങനല്ല, ട്രാൻസ്ഫർ ഉണ്ടാവും. നമുക്ക് ഈ ഒരു 4 കളി കൊണ്ട് വിളിച്ചിട്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കുക. ഈ സംഭവം വെച്ചാൽ ആരൊക്കെ വിൽക്കണം, ആരൊക്കെ വാങ്ങണം, അതിൻ്റെ കാര്യമല്ലേ, അത് നമുക്കൊന്ന് സെറ്റാക്കാം. നമുക്ക് 4 കളി കളിച്ചോ കൈസ്. നമുക്കിതൊന്ന് സിമ്മ് ചെയ്യേണ്ട കൈസ്, ഇത് സിമ്മ് ചെയ്യേണ്ട കൈസ്. നമുക്ക് കളിക്കാം. ഈ ഓരോരോ ഇത് കാരണം എന്ത് കഷ്ടമാണ്. കുറേ ആഡ്സ് വരുന്നുണ്ട് ഗൈസ്, ഒക്കെ പ്രശ്നമാണ്. ഈ ആഡ്സിന് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഈ നല്ല കാര്യമായിരുന്നു. ഗോൺസലാസ് എടുത്തിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മൾ അറിയാമല്ലോ, ലീഗ് C ആണ്, ഈസി ഗെയിമാണ് ഗൈസ്, എല്ലാം ഈസി ഗെയിമാണ്. നമ്മൾ പോയി ഗോൾ അടിക്കടാ. എൻ്റെ പേര് പറഞ്ഞ ഇപ്പം മിലിയോ എടുത്തിട്ടുണ്ട് ബോൾ. അഡ്രാ മുത്തേ. ഗോൺസാലസ് ഓഫ് സൈഡറാ. ഗോൺസാലസിൻ്റെ ബോൾ എടാ മോണെ. ഗോൺസാലസ് അടിച്ചിരിക്കുന്നു ഗൈസ്. മിലിയോൻ്റെ ബോൾ എടാ, ഞാൻ അങ്ങോട്ടല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ കൊടുക്കാലോ, കുറച്ച് ഇതായി ഹാർഡായി കൊടുക്കണേ. ഈസി ഗെയിം. എടാ ഗോൺസാലസ് സൂപ്പറായി വിരിച്ചിട്ടാ. ഏതാ എല്ലാവരും സൂപ്പറാണല്ലോ, ഓരോ കളി ഗിബോൺസൺ ഓൺ സൂപ്പറായിട്ടുണ്ടായി കഴിഞ്ഞാൽ കളി. ഗോൺസാലസ് ലക്കാക്കൊക്കെ എന്താ പറ്റിയ അറിയാൻ വയ്ക്കുക, ഓനാണ് കളിക്കണില്ലല്ലോ ഇപ്പം. എടാ മോനെ, എടാ ഇല്ല പറയാല ഇത്. ഏതാ ത്രൂ ഫോൺ 3. ഇത് ലീഗ് വീലെല്ലാം ഉണ്ടായെങ്കിൽ സൂപ്പറാവട്ടാ. EFL ലീഗിൽ അതന്നെ EFL അങ്ങനെ തന്നെ കുറച്ചും കൂടെ ഹാർഡാവും തോന്നുന്നു EFL ലീഗ് ആകുമ്പോൾ. എടാ മോനെ, കോർണർ കിക്കിങ് എവിടാ ബ്രോ? ഞാൻ ഇത്ര കാണുന്നില്ല കേട്ടോ, കളിയിൽ തന്നെ ഇല്ല ബ്രോ. അതാണ് ബ്രോ ഉണ്ട് തോന്നില്ലേ കളിയിൽ. ആർക്കറിയാം, 51 ആയിട്ടുണ്ടായി. ഇങ്ങനത്തെ ഓരോരോ ആഡ്സ്, ഈ ആഡ്സ് മാത്രമല്ല, പിന്നെ കുറേ ChatGPT ആടുണ്ടാവും, മറ്റേ ആടുണ്ടാവും, കുറേ. ഈ ആഡ്സ് മാത്രമല്ല ഇങ്ങനെ പ്രശ്നമില്ല ഗൈസ്, വേറെ അത്ര പ്രശ്നമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ എല്ലാം ഗ്രാഫിക്സ് എല്ലാം കൂട്ടി ഒരു സെറ്റാക്കി വരട്ടെ ഗൈസ്. അവർ നല്ലൊരു ഭാവം ഞാൻ കാണുന്നുണ്ട് ഈ ഒരു എന്തായാലും ഇത് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കുറച്ചും കൂടി സെറ്റാക്ക് ഗ്രാഫിക്സ് എല്ലാം കൂട്ടി പവറാക്ക് ഗൈസ് എന്നല്ല, അവരോടാണേ അവർ കാണുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് എന്തൊരു അത് ഒരു 5 ഗോൾ അടിക്കണമായിരുന്നു. ഞാൻ ടോപ്പ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇതിങ്ങനെ C ആയോണ്ടിരിക്കും, ലീഗ് C ആയോണ്ടിരിക്കും. ബ്രോ എടുത്തിട്ടുണ്ട്. ബ്രോ പണ്ട് 2022 കളിച്ച കേസ്, നമ്മളെ വേൾഡ് കപ്പിൻ്റെ സമയത്ത്. ആ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. പിന്നെ നമ്മളിങ്ങനെ കയറി കളിച്ചിട്ടുണ്ടായിനി. അന്നേരം ഇത്രയും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചും കൂടി സെറ്റപ്പ് ആയത് ഇപ്പോൾ 2026 ആകുമ്പോഴേക്കാണ്. മെല്ലെ ആവുമായിരിക്കും. 2030 ആകുമ്പോൾ സൂപ്പർ ആവണം എന്ന് വിചാരിക്കുന്നു. ഗോൺസാലസ് ബ്രോ, എന്നെ പൊന്നോ, ജസ്റ്റ് മിസ്. മിലോ ടു ലങ്കാക്കെ എന്താന്ന് ലങ്കാക്ക. മോനെ ലങ്കാക്കെ,
ഇടാ ഞാൻ ത്രൂ ഉദ്ദേശിച്ചില്ല കൈസ്. അണ്ണനെ അടിക്കാൻ വേണ്ടി അടിച്ചോട്ട് ലൗസൊക്കെ അടിക്കാൻ വേണ്ടി അടിച്ചോട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി. അത് അവർക്ക് ത്രോ ആവല്ലേ, അത് അവർക്ക് ത്രോ അല്ലേ, ത്രോ അവർക്കാവല്ലേ. കൈസ് നമ്മളൊന്ന് സിം ചെയ്തിട്ടുണ്ടായിനി. സിം ചെയ്തിട്ട് എന്താ അറിയില്ല, നമുക്ക് സിം ചെയ്ത് നോക്കി നമ്മൾ 3-4 ഞാൻ പെട്ട് പേടിച്ചോനി. 3 ഗോളാ ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായി. നമ്മൾ 4 അടിച്ച് ജയിച്ചിട്ടുണ്ട് കൈസ്. ഇത് അവിടെ ജയിച്ചാൽ മതി. ഒരു ഗോളിൻ്റെ ബലത്തിൽ അണ്ണനെത്തി വരുന്നുണ്ടാ. അണ്ണന്തി തന്നെ. നെക്സ്റ്റ് ഗെയിമാണോടാ. നൈസറാ ഗീബോൺസൺ എല്ലാവരും കൂട്ട്. ഞാൻ ഫൈറ്റിങ് കൂട്ട്. ബ്രഷ് ഒന്നുമില്ല. ഇവനെ മുക്കണം നമുക്കെന്ന് വെച്ചാൽ ഇവനെ മുക്കാണ്ട് ഇവനെ മുക്കണം. ഇവരെ മാത്രം പറ്റുമോ ഗൈസ്. ഇതിൻ്റെ അതിന് പകരം നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെ ഇറക്കാനുണ്ട്. നമുക്ക് ഇറക്കാം ഗൈസ്. നിങ്ങൾ 70 റേറ്റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ പ്ലെയേഴ്സിന് ഒരു 3 പ്ലെയേഴ്സിൻ്റെ വിടവ് നമുക്ക് തീർക്കാനുണ്ട്. അത് 70 റേറ്റിംഗ് ആവണം. നെക്സ്റ്റ് കളി ബ്രഷിനോടാണ് ഗൈസ്. ബ്രഷിനോടുള്ള കളി നമുക്ക് വേഗം തീർക്കണം. 3 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം തീർക്കുമായിരിക്കുന്നു. നമുക്ക് ഗിബോൺസൺ പിന്നെ സീനായതുകൊണ്ട് തന്നെ അണ്ണൻ ഡിഫൻസ് മിഡ്ഫീൽഡ് ആക്കി വെച്ചിട്ടില്ല ചെയ്യുമ്പോൾ ഇപ്പം വേണി. പക്ഷേ എന്നാലും അണ്ണനൊരു പോടാ ഗിബോൺസൺ ബ്രദർ, വാട്ട് ആർ യു ഡൂയിങ് ബ്രോ ഇൻ ദ ബോൾ. ഒരു കോർണർ കിക്ക് ഗിബോൺസൺ. അണ്ണൻ തീയല്ലേട്ടാ ഏത്തറത്. ഗിബോൺസൺ ഡിഫൻസ് മിഡ്ഫീൽഡ് വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യില്ല. ഗിബോൺസൺ കയറിയെല്ലാം ചെയ്യും. ഗിബോൺസൺ പിന്നെ സൂപ്പറല്ലേ. ഇപ്രാവശ്യം ഞങ്ങൾ ഓടിക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാനും പറ്റില്ല. അങ്ങനല്ല, നമ്മൾ പിന്നെ പാസ് ഇട്ടിട്ട് ആരെയാണ് ഓടിച്ച് നെക്സ്റ്റ് സെക്കൻഡ് ലീഗ് ആകുമ്പോൾ ലൗസ് ഇൻ ദ ബോൾ കാക്കൊക്കെ കൊടുത്ത്. ബട്ട് ലൗസ് എടുത്തിരിക്കുന്നു. ലൗസൊക്കെ ഒരു ഷോട്ട് അടിക്കാൻ വേണ്ടി നല്ല അവസരമുണ്ട് ഗായ്സ്. ഷോട്ട് അടിച്ചിട്ടുണ്ട്. ബട്ട് ഒരു ഡിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് നെർബി എന്ന് പറഞ്ഞൊരു ഗോളി കീപ്പർ കിട്ടിയിട്ടുണ്ട്. വാലനെ കൊടുത്തിട്ടുണ്ട്. വാലൻ്റെ 2 ഗ്ലവൻസ് എടുത്തിട്ടുണ്ട്. ഇൻ്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട്. ക്ലവൻസിൻ്റെ ഷോട്ട് അത് ഡിഫ്ലക്ഷൻ അഗൈൻ ഒന്ന് കിട്ടി. ബട്ട് വീണ്ടും ഡിഫ്ലക്ഷൻ. മറ്റേ അത് നമ്മുടെ ഗ്ലവൻസിനെ ഒന്ന് പറയാമെന്ന് മനസ്സിലാവുന്ന എനിക്ക്. Again, Lausa. Just misra. But ഒരു ഗോളല്ല പോലോ. ബ്രഷിനോട് അടിച്ചാൽ കണ്ണാ കൊടുത്തിട്ടുണ്ട് ബ്രഷിനെ. ഗോൺസാൽ ഗോൺസാലസ് ചാവാനായിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. വേറൊരു ഗിബോൺസിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് ഡിഫൻസ് മിഡ്ഫീൽഡ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എത്ര മതി ഇല്ലേ? എത്ര മതി രണ്ട് മാരകളെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റിനെ മാറ്റി ഗോൺസാലസിനെ മാറ്റിയിട്ടുണ്ട്. ഗിബോൺസിന് ഇപ്പോൾ അറ്റാക്ക് മിഡ്ഫീൽഡ് കളിക്കും. വൈറ്റ് എടുത്തിരിക്കുന്നു. വൈറ്റ് 2 ലക്കാക്ക 2 ഗിബോൺസൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗോളാണെന്ന് നമുക്കറിയാലോ. ബട്ട് ഗോളാവോ ഇവിടെ ഇതെന്താ നടക്കണേ? അറിയാമലത്തിൻ്റെ ജയിക്കുക. നിങ്ങൾ ആ ഗോള് കാണുമെന്ന് എടുത്തിട്ട് എന്നാണോ എടുത്ത് അങ്ങോട്ട് മാറി ഒരാടെ ചത്ത് ഷോട്ട് അടിച്ച് ബട്ട് ഫൗൾ ചെയ്ത്. ആ ഷോട്ട് ഇപ്പോൾ പുറത്തേക്കാണെങ്കിലും അത് നമുക്ക് പെനാൽറ്റി കിട്ടുമായിരുന്നു. നല്ലൊരു അവസരം തന്നെയാണ് അവിടെ. ഗിബോൺസൺ അതല്ല വേറെ ഗിബോൺസൺ. നമ്മളെ ഗിബോൺസൺ കുറേ ഗിബോൺസൺ ഉണ്ടല്ലേ. ബട്ട് ഗിബോൺസൺ സൂപ്പർ. ഒന്ന് കൊടുക്കോ അണ്ണനെ. അണ്ണ എടുത്തോണ്ണ. അണ്ണ അടിച്ചു നിന്നിട്ട്
എടാ ബ്രോ മുത്തേ നീ ഭയങ്കര വലിയ പ്ലെയറാണെന്ന് നമുക്കറിയാം. ബട്ട് ഇവിടെ നടക്കൂലെന്നില്ല. എന്ത് കോപ്പത്ത് കയപ്പോഴാണ് കളിക്കുന്നത്? നീ വാട്ട്ഫോർഡ് FC-യുടെ ഏറ്റവും വലിയ റേറ്റിംഗ് കൂടിയ പ്ലെയർ വെച്ചിട്ട് നിനക്കൊന്നും കളിക്കാനാവുന്നില്ല. എന്താ ഇങ്ങനെ ആവേ പറ്റിയാ? ജിഗി ബോൺസൺ ടു ലക്കാക്കൊരു ഷോട്ട്. എനക്കൊരു പ്ലെയറിനെ കൊണ്ട് മാറ്റിട്ടുണ്ട്. അതെ പറയേ ബ്രദർ ആരാ മാറ്റേണ്ട വെച്ചാൽ ലക്കാക്ക് കാലം കുറേ ആയതുകൊണ്ട് നമ്മൾ ലക്കാക്കനെ പിൻവലിക്കള. ലക്കാക്കനെ പിൻവലിച്ചിട്ട് ഇവിടെ പോയിട്ട് ഇത്ര മതി. ഇത്ര മതി. കളി തുടങ്ങണില്ലേ? അങ്ങനെ കളി ആരംഭിച്ചിട്ടുണ്ട്. മറ്റേ ബ്രോ ഒരു ബോൾ ടു ഗിബോൺസിനും കിട്ടിയെങ്കിൽ സൂപ്പറാവും. ലൗസ് എടുത്തിരിക്കുന്നു. ലൗസിലെ ഹെഡർ ഗോൾ ബ്രോവിൻ്റെ അസിസ്റ്റും ലൗസിൻ്റെ ഗോളും. ഏതല്ലേ കോമ്പിനേഷൻ? 281 റേറ്റിംഗ് ഉള്ള പ്ലേയേഴ്സ്. ലക്കാക്കാനൊന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മൾ. പോക്കോനെ ഇറക്കിയിട്ടുണ്ട്. ദ ബ്ലൈസ് ടു ഗ്രിബോൺസൺ ടു ദ വൈസിൻ്റെ ഒരു ഷോട്ട്. അത് വളരെ വലിയ തീരുമാനം തന്നെയാണ്. എനിക്ക് ഇല്ലാത്തൊരു തീരുമാനം കൊണ്ട് തന്നെ നമുക്കിപ്പം തന്നെ ഒരു ഗോൾ അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ലൗസക്ക് ഇത്രയും എനർജി കുറഞ്ഞ അറിഞ്ഞില്ല. ജേഗി ബോൺസൺ കളി അവസാനിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കളി അങ്ങനെ സുഖമായിട്ട് നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. ഇതെന്തൊരു അത് കുറേ ആയല്ല. ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ആർട്സിൻ്റെ ഇതും പിന്നെ പെയ്ഡാവണം. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട്. ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ നിന്നാൽ മതിയാ. പക്ഷെ ലക്കാക്കണ്ണൻ അതൊരു മാരകം തന്നെ. ബട്ട് അതൊന്നും കാണുന്നില്ല. കളിയൊന്നും കാണുന്നില്ല. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താക്കണേ? അടുത്ത കളി 2-2 2-2 മുമ്പ് നമ്മൾ ഇന്ന് കളിച്ചാലല്ലോ നമുക്ക് 4 കളി കളിച്ച് വേഗം ചെയ്യിപ്പിക്കട്ടെ. ഒരു കളി 2-2 ബട്ട് നമുക്കൊന്ന് സിം ചെയ്യാം ഗൈസ്. 2 കളി നമുക്ക് സിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ വേണ്ടി പോകുന്ന ടീമാണ്. മറ്റേ അവരോടാണ്. അയ്യോ നമ്മളെ പേര് ഗൈസ് നമ്മൾ 3-1 കളിച്ചിട്ടുണ്ട്. നമ്മൾ 130 ഉറുപ്പ കിട്ടി. അയ്യോ 130 ഉറുപ്പ കിട്ടിയിട്ടുണ്ട്. കളി നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. ലൗസൊക്കെ 80 റേറ്റിംഗ് ആയാ? ഇവനെ 78 എടുത്തേ. ഇവരൊന്നും കൂടുതലല്ല അങ്ങനെ കൂടത്തെ അങ്ങനെ തിരിയത് കാണുമ്പോൾ. സെക്കൻഡ് ടീമാണ്. ഫസ്റ്റെല്ലാം ആയതാണ്. ലാസ്റ്റ് ഇപ്പം ഒന്നുമില്ല. നെക്സ്റ്റ് ഗെയിം ഈസ് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പോയേടാ കളി കളിച്ചോട്ട്. നമുക്ക് സിം ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് കളിക്കാതെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുകൂടി നോക്കിയോട്ട്. ഇത് നിങ്ങളെ കൂടി കമൻറ്റ് ചെയ്യാം. അത് നമുക്കൊന്ന് ഒന്ന് സിം ചെയ്ത് നോക്കുന്നത് ഗൈസ്. അതുകൂടെ സിം ചെയ്തിട്ട് നമ്മൾ ഒന്നേ പോയിട്ടാണ് വിളിച്ചിട്ടുണ്ട്. ഇപ്പം അണ്ണൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ടല്ലേ. ലെഫ്റ്റ് ബാക്ക് 64 റേറ്റിംഗ് ഉള്ള ചങ്ങായി. 29 വയസ്സായിട്ടു. ബട്ട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള എന്താടാ പറ്റിയേ? 30 വയസ്സായോണ്ടല്ലേ ഞമ്മ അങ്ങനെ കൊടുക്കണില്ല. കോൺട്രാക്ട് കൊടുത്തിട്ട് പോയിട്ട് ഇവന് കോൺട്രാക്ട് കൊടുത്തിട്ട് പോയിട്ട് നമ്മളെ ഗോളിക്ക് പറഞ്ഞ പുതുക്കല്ലേ. നമുക്ക് അടുത്തുള്ള ഗോളി കഴിഞ്ഞ് ഗൈസ്.
ഇപ്പം നമ്മൾ പൈസ ഒന്നുമില്ല, 19 ഉറുപ്പ്യ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഗെയിം ലൗസ ലോണ കയറുന്നുണ്ട് കേട്ടോ. ലോൺ അപ്ഗ്രേഡ് ആവുന്നില്ല ലൗസ. ഇതാവട്ടെ അവിടെ മോണേ. ദാറ്റ്സ് എ ലാസ്റ്റ് ഗെയിം ഇൻ ദ ലീഗ് ദ പോർട്സ്മൗത്ത്. ഇത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ് തറ സാധനം നമ്മളെ കിട്ടിയിരിക്കുന്നു. അത് കെടുക്കണം വേണ്ടി കാത്തു നിൽക്കുക ഗൈസ്. നമ്മളെ ഫസ്റ്റ് മാച്ചിലാണ് നമുക്ക് കളി ഗൈസ്. നമുക്ക് ഇപ്പം ആരംഭിച്ചിരിക്കുന്നു. ലീഗിലെ ഫസ്റ്റും സെക്കൻഡും സ്ഥാനമൊക്കെ ആയിട്ടില്ല കളി. ബട്ട് നമ്മൾ തോറ്റാലും പ്രശ്നമില്ല, നമ്മൾ കപ്പ് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ കളിയും കൂടി കളിച്ചിട്ട് കപ്പും വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഒരു ടീം ഫുള്ള് സെറ്റപ്പ് ടീമാണെങ്കിലും നമ്മളെ ടീം മൂഞ്ചിയ ടീമാണെങ്കിലും നമ്മൾ തന്നെ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആരംഭിക്കാം. ലക്കാക്ക ഫസ്റ്റ് തന്നെ അടുത്ത് ബോൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ബ്രോക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രോ ഒരു ഒരു സ്പ്രിൻ്റാണ് കൈസ് നടത്തുന്നത്. ബ്രോയിലൊരു ഷോട്ടും കൂടെ നടത്തുന്നുണ്ട്. ബ്രോ ഒരു ഗോളും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ കളി ഒന്ന് പൂർത്തിയാക്കി കപ്പും കൂടി എടുത്താൽ അത് വേറൊന്നും പഠിക്കണ്ട. പിന്നെ ഗോൺസാലസ് എഗെയിൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, ബട്ട് ബ്രോ എന്താ എൻ്റെ പേര് പറഞ്ഞാൽ ലൗസ എടുത്തിരിക്കുന്നു. ലൗസിൻ്റെ ബോൾ ടു ഒരു പാസ് ടു ലക്കാക്കൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ. ലക്കാക്കയുടെ പോളിൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ ലൗസൊക്കെ ലൗസ് തിരിച്ചെടുത്തു. മിലോ കൊടുത്തു. മിലോയുടെ ഒരു ഷോട്ട്, അത് ഡിഫ്ലക്ഷൻ. ഗോൺസാലാസ് എടുത്തിരിക്കുന്നു. ഗോൺസാലാസ് ബ്രോ എടുത്തിരിക്കുന്നു ഗൈസ്. ബ്രോയിലെ ഒരു രണ്ടാമത്തെ ഒരു ഗോളാവാൻ വേണ്ടി നമുക്ക് പറ്റുമോ? നമുക്ക് ഹാട്രിക് അടിക്കാൻ പറ്റുമോ ലാസ്റ്റ് കളി? ബ്രോനെ മോനെ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ബ്രോ. അങ്ങനെ എഗൈൻ ലക്കാക്കക്ക് ബോൾ കിട്ടിയിരിക്കുന്നു. എനിക്ക് മെലോ കൊടുത്തു. മെലോ ടു ഗോൺസലാസ് ടു ബ്രോൻ്റെ അടുത്ത് സൗൺസൺ എടുത്തിരിക്കുന്നു. സൗൺസൺ ടു ബിഷോപ്പാ മീഷു ഒന്നുമില്ല. നമ്മളങ്ങനെ പ്ലെയേഴ്സിനെ കളിയാക്കാൻ പാടില്ലപ്പാ. ആൻഡ് ദാറ്റ്സ് എ ഗോൾ ബ്രോ. ദാറ്റ്സ് എ ഗോൾ. ദാറ്റ്സ് എ ഹാട്രിക്. യാ ബ്രോ അണ്ണൻ ഈ കപ്പ് ഈ പൊക്കണ്ട ഒരു ഇതായിരിക്കുന്നു. അണ്ണ അത്രയും ഗോൾ അടിച്ചു, അത് മതി. എൻ്റെ ലങ്കാക്ക നീക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടണോ വേണ്ടിയോ? അതുകൊണ്ട് ഗോൾഡൻ ബൂട്ട് കിട്ടണമെങ്കിൽ ഗോൾ അടിച്ചു. ഞാൻ ഗോൾ അടിച്ചു. ഇപ്പം തന്നെ ഗോൾ അടിച്ചു. ലാസ്റ്റ് അവസരം ഗോൾ അടിക്കാൻ വേണ്ടി ഗോൾ അടിച്ചു. ഒരു 5-6 ഗോൾ അടിക്കാൻ കഴിഞ്ഞല്ലോ സൂപ്പർ. അയ്യോ ലക്കാക്കി എനിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നില്ലല്ലോടാ മുത്തേ. എന്ത് പറ്റിയടാ മുത്തേ? എന്താ മതിയാ? നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്കറിനോട് വെച്ചിട്ട് ഇട്ടിട്ട് ഇവനെ പിടിച്ചിട്ട് കിക്കടിക്കാൻ എന്താ ഇത് പറയണേ? ഇതാണ് നമ്മളെ പുതിയൊരു പൊസിഷൻ. ഈ പൊസിഷൻ വെച്ചിട്ടില്ല കല്ലോണം ഓടിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് പണ്ട് ഇടില്ല. നമ്മൾ പോയി തൂങ്ങിച്ചാവുന്ന ലക്കാക്ക്. എന്താ നമുക്ക് നോക്കിയേക്കാം. മിലോ ഇൻ ദ ബോൾ ടു ലങ്കാക്ക ഇപ്പുറത്തെ വിങ് കളിക്കാണ്ട് തന്നെ മൂഞ്ചിയിരിക്കുന്നു. നമുക്ക് കളിക്കാനാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ബട്ട് എന്നാലും ഒരു ഡ്രിബ്ലിങ്ങിനോട് ഒരു ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറാവും. ഗോൾ അടിച്ചിരുന്നു. കമോൺ ഗൈസ് യു ഹാവ് ഡു ഇറ്റ്. തന്നെ ബ്ലൈസ് മോനെ ലക്കാക്ക മിലോ എടുത്തിരിക്കുന്നു. നമ്മളെ ലക്കാക്ക ഒരു ബോള് ലക്കാക്കൊരു പട്ട് ഇൻ്റർസെപ്ഷൻ ചെയ്തു. ബ്ലൈസ് ടു മിലോണ്ടൊരു ത്രോ കൊടുക്കണ്ടായിരുന്നു. അതൊരു പാസ് കൊടുത്താൽ മതിയായിരുന്നു. നമ്മളിത് എന്തോടാ എന്ത് കഷ്ടമാടാ എന്ത് കഷ്ടമാടാ എടാ മോനെ നിനക്കില്ല ഇത് പോയിടാ. ഗോൾഡൻ ബൂട്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ കൈമണ്ണ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഐ ഹാവ് ഇറ്റ്. ബ്രോ എടുക്ക് ബ്രോ. ലൗസ സിംബോണ് ആരെങ്കിലും കളാട്. എന്നാ കുറച്ചും കൂടി അപ്പുറത്തേക്ക് വിട്ടാൽ പോലെ എന്നാൽ നമുക്ക് കിട്ടൂലായിരുന്നു. നീ എന്ത് പറയണേ? മതിയാ ഈസി ഗെയിം എടാ ലങ്കാക്ക മോനെ ലിബോൺസിനെ എടുത്തിട്ട് ലങ്കാക്കനെ കൊടുക്കല ശരിയാവില്ല. അല്ല അങ്ങനല്ല കൊടുക്കലല്ല, മാറ്റിയിട്ട് ഗ്ലിബോൺസിനെ ഇറക്കൽ ശരിയാവില്ല. നമുക്ക് ഓടിക്കാൻ പറ്റും. അതും കൂടി അത്രയും കൂടെ അല്ല അല്ലേ? നമ്മളെന്ത് പറയണേ? ഇങ്ങനെ നിന്നാൽ മതിയാ. 6 മിനിറ്റ് ആക്കിയില്ലെങ്കിൽ സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു.
എന്തായാലും ഗായ്സ് കപ്പടിച്ചിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ കപ്പടിച്ചിരിക്കുന്നു ഗായ്സ്. കപ്പ് നമ്മൾ ബ്രോ ഇതാരാ പൊക്കുന്നേ? അന്നേരം നമ്മളെ ക്യാപ്റ്റനാണോ എനിക്ക് കളി കാണുന്നത്? ഇതൊക്കെ ഇങ്ങനെ ശരിയാവുന്നല്ലേ? പക്ഷെ എന്തൊരു കളി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലങ്കക്ക് ഗോൾഡൻ മുട്ട കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഏതാ കളിയല്ലേ? സൂപ്പർ കളിയായിരുന്നു. സൂപ്പറായി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അത്യാവശ്യം 52 റേറ്റിംഗ് വരുന്നുണ്ട്. നല്ല സെറ്റായി കയറുന്നുണ്ടാ. വൈറ്റിന് കുറവാണ്. ഡിക്ലോസ് 60 റേറ്റിംഗ് സെറ്റായി. അങ്ങനെ ചാമ്പ്യൻസ് ആയിരിക്കുന്നു. 1200 രൂപ പൂര. എന്തിനാണ് 1200 പ്രൊമോഷൻ തന്നെ കിട്ടിയിരിക്കുന്നു. പ്രൊമോഷൻ ആയിരിക്കുന്നു. നമ്മൾ പ്രൊമോഷൻ കയറി ഇവർ ബേക്കോട്ടിറങ്ങി. ഇതാ 2027 2028 തല്ലി കൃബി എടാ മോനെ. End of this season. 10,000 പൊട്ടിടാ മോനെ. മനസ്സിൽ ലഡ് പൊട്ടി. ട്രാൻസ്ഫറിനുണ്ടെങ്കിൽ 51 ഉറുപ്പയ്ക്ക് നീ പോയിൻ്ററായതായാലും ഇവിടെ നിന്ന് ഇരുന്ന് കുഞ്ഞു കുറച്ച് മേലായി. അല്ല ഇനി പോയി നീയൊക്കെ പൊട്ടനായിട്ട് എവിടെയൊക്കെയാണോ വീട്? വണ്ണെന്നെ നമ്മൾ ഇവിടുത്തെ നിർത്തുന്നുണ്ട്. എന്നെ പറഞ്ഞോളെ ഇവനെ നിർത്തുന്നുണ്ടോ? ഇവനെ നമുക്ക് നിർത്തണം. ലെഫ്റ്റ് ബാക്കിനെ നമുക്ക് വാങ്ങാം. ലെഫ്റ്റ് ബാക്കിനെ ഇപ്പം നമുക്ക് പോയിട്ട് ഇപ്പം വാങ്ങാൻ പറ്റി. നമുക്കിപ്പോൾ ചെയ്യേണ്ട വെച്ചാൽ ഇവനെ മാറ്റണം. അതേപോലെ തന്നെ ഇവരെ മാറ്റണ്ട. ഇവനെ മാറ്റിയിട്ട് ഈ ഒരു 70 റേറ്റിംഗ് പ്ലെയറിനെയും ഇവരെ മാറ്റണ്ട. 70 റേറ്റിംഗ് പ്ലെയർ ഒരാളും കൂടി എടുത്താൽ മതി. 77 ആയാലും 8 ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് സാധാരണ 2-3 പ്ലെയറിനും കൂടി ഇറക്കണം. പിന്നെ ഒരു റൈറ്റ് വിങ്ങിൽ ഒരു ഫോർവേഡിനും കൂടി നോക്കാം. നമുക്ക് അതിൻ്റെ ആക്കാം. ഇപ്പം ഒരു സ്കൗട്ടിന് വിടാം. ഏജ് 18 to 20 മതി. റേറ്റിംഗ് ഒരു 21 to 25. പൊസിഷനിൽ ലെഫ്റ്റ് ബാക്ക് ഇൻസ്ട്രക്ഷൻ ഇനി രാജ്യം ഏതായാലും പ്രശ്നമില്ല. ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല. 2 പ്ലെയറേ ഇല്ല. 20 റേറ്റിങ്ങുള്ള അടിപൊളി പ്ലേയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 72 റേറ്റിങ്ങുള്ള പ്ലേയേഴ്സ് നമ്മൾ ആരിപ്പോൾ ഇറക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പം സാൻഡോസിൻ്റെ ഒരു ബ്രസീലിയൻ പ്ലെയർ ഉണ്ട് ഗൈസ്. അണ്ണൻ നമ്മളങ്ങ് ഇറക്കുമ്പോഴാണ് അടുത്ത ആവട്ടെ ഇതാവട്ടെ അണ്ണൻ നമ്മളങ്ങനെ തട്ടകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ സൂപ്പർ ആവാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമുക്ക് 10,000 റുപ്യ നമ്മുടെ കയ്യിൽ 10,000 റുപ്യ. ഇനി എന്തോ ഒരു പ്രശ്നമുള്ള കളിയാണ്. സൂപ്പറാണ് ഗൈസ്. പവറാണ്. നമ്മൾ ലെഫ്റ്റ് ബാക്ക് ഒരു സെക്കൻഡ് ലെഫ്റ്റ് ബാക്കിനെ പിടിച്ചിട്ട് സെക്കൻഡ് ലെഫ്റ്റ് ബാക്കൊക്കെ നമുക്ക് റൈറ്റിംഗ് ആണെങ്കിലും 60 റൈറ്റിംഗ് ആണെങ്കിൽ ആവട്ടെ. നമുക്ക് വേറൊരു ചങ്ങായി ഉണ്ട് ഗൈസ്. നമുക്ക് ഇവനെ അങ്ങ് തട്ടേണ്ട സമയമുണ്ട്. ട്രാൻസ്ഫർ പോയിട്ട് തട്ടാൻ നമുക്ക് 64 റേറ്റിംഗുള്ള ആ പ്ലെയറിനെ പോയിട്ട് എടപ്പോയി എപ്പോട്ടെ ഇതാവട്ടെ. നമുക്ക് അത്ര പൈസ കിട്ടാനല്ലേ? പകുതി പൈസ നമുക്ക് കിട്ടില്ല. അത് മതി. നമുക്ക് ഇത്രയാണ് കേസ് ഇപ്പം നമ്മൾ മാറ്റിയുള്ളത്. ഇനി നമുക്ക് അത്ര മാറ്റാനായിട്ട് വേറെ അത്ര ഇതൊന്നുമില്ല കേസ്. ബട്ട് നമുക്കൊരു മിഡ്ഫീൽഡറിനെ കൂടി നോക്കിയാൽ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു മിഡ് വേണ്ട, ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ 65 റേറ്റിംഗ് പ്ലെയറാണ്. പിന്നെ 60 റേറ്റിംഗുള്ള ഒരു ഗോളി കീപ്പർ നമുക്ക് ഇറക്കിയാൽ നമുക്കൊരു ഗോളി കീപ്പറും കൂടി നോക്കി നല്ലത്. നമുക്കിപ്പം വേണ്ട ആവശ്യം പ്ലെയർസ് ജയിക്കാനോ രജിസ്റ്റർ അല്ല രാജ് ചെയ്താലും പ്രശ്നമില്ല. നമുക്ക് 18 to 20 തന്നെ ഒരു റേറ്റിംഗ് 75 എൻ്റെ ഗോളി കീപ്പർ ഇല്ലടാ. സൂടാപ്പെട്ട് ഉണ്ട് ഒരു പൂയടാ. പിന്നെ എന്താ എപ്പോഴാണ് രാവിലെ കണ്ടത്? വീട്
ഗോൾ കീപ്പർ. ഓക്കെ, എങ്ങനെയാണ് ഈ 50,000 ഉറുപ്പ്യാണെങ്കിൽ നമ്മൾ വാങ്ങേണ്ടത് ഗൈസ്. ഒരു 80 റേറ്റിംഗ് ഗോൾ കീപ്പർ നല്ലതാണ് നമ്മൾ പ്ലേയേഴ്സാണ് ഗൈസ്. ഇറക്കണം നമുക്ക്. അയ്യോ പോയിട്ടുണ്ട്. അപ്ഗ്രേഡ് ആവുന്ന സാധ്യതയുള്ള പ്ലേയേഴ്സ് എടുക്കുമ്പം നമുക്ക് ഡൈവിങ് എല്ലാം കൂടി ഒരു അടിപൊളി പവറേജ് പ്ലെയർ നമുക്ക് വേണ്ടേ. റിഫ്ലക്ഷൻ കുറവാണ്. പിന്നെ ഇറക്കും എന്നൊക്കെ നമുക്ക് ഈ ഒരു പ്ലെയറിനെ ഇറക്കാം. കളിപ്പിച്ചിട്ടുണ്ടായി ഈ പ്ലേയേഴ്സിനെ ഇറക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ ഒരു ജിക്ക് നമ്മൾ ഘട്ടത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, ഇറക്കി ഗായ്സ്, ഒന്നും നോക്കിയില്ല, ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജിക്കിനും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ സെറ്റ് സൈനികമാണ് ഗൈസ്. എല്ലാം ഫുള്ള് സെറ്റായിട്ടുണ്ട്. പവറേഷായി വരുന്നുണ്ട്. പവറടാ. അപ്പോൾ നമ്മൾ ഇവനെ പിടിച്ചിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഇവരെ പിടിച്ചപ്പുറത്തെത്തിയിട്ട് മറ്റേ ജിക്കനെ പോയി കളയാ ഗൈസ്. ഈ ചിക്കൻ നമുക്ക് ആവശ്യമില്ല ഗൈസിന്. ട്രാൻസ്ഫർ പോയിട്ട് നമുക്ക് ഈ ചിക്കൻ എടുത്ത് കളയണം. ഈ ചിക്കൻ എടുത്ത് ജിക്ക് ബ്രോ. അങ്ങനെ പിടിച്ച് നമ്മൾ വേറാണെങ്കിൽ ഡോണ്ട് പറയും നമുക്കതിനെ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഉള്ളത് വെച്ചാൽ നമുക്ക് ഇത്ര പ്ലെയേഴ്സിന് ഇപ്പം റൈറ്റ് വിങ്ങിനെ നമുക്കിപ്പോൾ വാങ്ങണം. റൈറ്റ് വിങ്ങിനെ രണ്ട് ഫോർവേഡ്സിന് നമുക്കിപ്പോൾ വാങ്ങാം തൽക്കാലത്തേക്ക്. റൈറ്റ് വിങ്ങിനെ പിടിച്ചിട്ട് കളയാം. അല്ല 6 പ്ലേസ് കിട്ടില്ല. രണ്ട് റൈറ്റ് വിങ്ങിനെ വാങ്ങണം. രണ്ട് റൈറ്റ് വിങ്ങിനെ വാങ്ങാം. 2 റൈറ്റ് വിങ്സ് 60-70 വിങ്. അല്ല ഗൈസ്, ഇപ്പം നമ്മളെടുത്ത് പണ്ടത്തെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പം ഇപ്പം നമുക്ക് ഇവിടെ ഇവനെ പിടിച്ചിട്ട് കുറച്ച് ഇപ്പുറത്തെത്തിയിട്ട് ഇവിടെ പിടിച്ച് വെക്കാം. ഇവനെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ നമുക്ക് സെക്കൻഡ് ഇതാക്കാം. സെക്കൻഡ് CF ആക്കാം. പിന്നെ ഇപ്പോൾ 2 CF ഇറക്കാം. അല്ല 3 CF 2 CF നമുക്ക് ഇറക്കാം. ഒന്ന് നമുക്ക് സബിലും ഒന്ന് നമുക്ക് ഇവിടെ പിടിച്ച് നിർത്താനും. ഒരു 72 അങ്ങനെ റേറ്റിംഗ് പ്ലേയേഴ്സ് നമുക്ക് ഇറക്കാം ഗൈസ്. പിന്നെ ഒരു 3 CMനെ ഇറങ്ങണം. പിന്നെ 2-3 സെൻറ്റർ ബാക്കിനും പിന്നെ ഒരു റൈറ്റ് ബാക്കിനും. ഇത്ര മതിയായി സമയം. ഇത് വെച്ചാൽ കാര്യമൊക്കെ നമുക്ക് 100 ഗൈസ്. ഇപ്പോൾ നമുക്ക് ഫോർവേഡ് മതി. 25 വെച്ചാൽ നോക്കുമ്പം ഇത്ര പ്ലേസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പലപ്പോഴും. നമുക്ക് ഏതാല്ലേ ഒന്നും വരുന്ന വരവേണ്ട. സൂപ്പറാവും. ഇവിടെ കൂടെ നമ്മൾ തത്രത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. വേറെ ഇനി ഇത്ര പ്രശ്നമൊന്നുമില്ല. പിടിച്ചിറക്കിയിട്ട് ഇവനെ പിടിച്ച് നമ്മൾ കളയുന്ന സമയം ഡ്രസ്സ് എടുക്കുന്ന സമയമുണ്ട്. നമ്മൾ എത്ര വയസ്സായവരെ നമ്മൾ പിടിച്ചങ്ങ് കളയാൻ തന്നെ. അല്ലാതെ നോ ഓപ്ഷൻസ്. നോ ഓപ്ഷൻസ്. ന്യൂസ് കൂട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി. നമുക്കിപ്പം ഒരു CFനെ കൂടി വാങ്ങണം. 2 CF അല്ല 1 CF, 2 മിഡ്ഫീൽഡേഴ്സ്. ഒരു മിനിറ്റ് നോക്കട്ടെ. 65-66 റേറ്റിംഗിലെ പ്ലേയേഴ്സ് ആകുമ്പം അവരെ പിടിച്ചെടുക്കുക. എന്താ എടുക്കണം ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പ്ലേയേഴ്സ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തത്. ഒന്ന് എഴുതി വെക്കട്ടെ. 72 റേറ്റിംഗ് ആകുമ്പോൾ ഇപ്പം തന്നെ ഓവറോൾ ആയിട്ടുണ്ട്. 72 റേറ്റിംഗ് ആയിട്ട് ഓവറോൾ നമ്മൾ നോക്കട്ടെ. ഒരു CF മതിയല്ല നമുക്കിപ്പോൾ. ഒരു CF, 2 CM, 1 DM, പിന്നെ 1 CB and 1 റൈറ്റ് ബാക്ക്.
അത് നമുക്ക് റൈറ്റ് ബാക്കിന് ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി നല്ല റൈറ്റ് ബാക്കിൽ നമുക്ക് ഇതൊരു ഓവറോൾ 72 റേറ്റിങ്ങിൻ്റെ ആ ഒരു ഓവറോൾ നമുക്ക് നമുക്ക് എടുക്കലോ. അത് നമുക്ക് കുറച്ചുകൂടി സെറ്റ് ആവും. നമുക്ക് നോക്കി നമുക്ക് നോക്കി വെക്കാം. 18 to 70, 70 to 75 എൻ്റെ വിങ് ബാക്ക് അതാ പൊസിഷൻ നമുക്ക് അറിയാത്തതാണ്. ഇതാ പൊസിഷൻ ഗൈസ്. നമ്മളുടെ രണ്ടും കളിപ്പിച്ചിട്ടുണ്ട്. രണ്ടും കളിപ്പിച്ചിട്ട് നമ്മൾ ഡോർഗുനെ ഇറക്കണോ ഫെർഡിനെ ഇറക്കണോ ആരെ അറിയില്ല ഗൈസ്. നമുക്ക് ആരെ ഇറക്കണ്ടത് ഞാൻ ബ്രദർ എന്നെ ഇറക്കി നമ്മൾ നമ്മളിപ്പോഴത്തെ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം ഗൈസ്. നമുക്ക് പ്രശ്നം നമുക്കറിയാം. ബട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നു. ഞാൻ എന്നെ പറഞ്ഞ ഫിനാൻസും അതിനെ കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട്. നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചോദിച്ചു നോക്കട്ടെ. ഇപ്പം നമ്മളെ അടുത്ത് സെറ്റ് പ്ലെയേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത് ഇപ്പം നമുക്ക് ബാക്കപ്പായിട്ട് ബാക്കപ്പ് പ്ലെയേഴ്സ് മതി. അത് നമുക്ക് ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട്. എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റും ചോദിച്ചു നോക്കട്ടെ. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ റൈറ്റ് ബാക്ക് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഒരു CB 2 ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ 2 CM 2 പ്ലെയേഴ്സിന് അത് 67 ഇവിടെ അത് ബാക്കപ്പായിട്ട് മതി ഗൈസ്. നമുക്ക് ബാക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരെയാണ് ഇറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 23 റൈറ്റിംഗ് ആയിട്ടുണ്ട്. ബട്ട് 81 റൈറ്റിങ്ങിലെ ബോസ് മോഡാണ് ഗൈസ് അടുത്ത കളി കളിക്കേണ്ടത്. എന്നാൽ കുറച്ച് ഇത്രയെങ്കിലും നമ്മൾ റൈറ്റിംഗ് വേണ്ട ഗൈസ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ലീഗിൽ ഗൈസ് ഇതാണ് നമ്മളെ ലീഗ് കണ്ട എല്ലാ അടിപൊളി ലീഡ്സിലാണ് ഗൈസ് ഉള്ളത്. ലീഡ്സ് ഇപ്പോൾ ഇത്ര രീതിയിൽ നിൽക്കുന്നില്ല. ലീഡ്സ് എന്തായാലും കയറും നമുക്കറിയാം. ലീഡ്സ് കയറും, പിന്നെ ബോട്ട്മൗത്ത് കയറും എന്തായാലും. അങ്ങനെയാണ് ഗൈസ് നമ്മളെ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു വെച്ചാൽ ഇല്ല പറയില്ല ഗൈസ്. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വരെ നിർത്തുന്നത് ഗൈസ്. ഇനി അതുമല്ല ഇനി നമുക്ക് ഈ പ്രൈസിനെ ഇറക്കാൻ വേണ്ടി കുറച്ച് പൈസ അവിടെ ചോദിച്ചു നോക്കണം. എൻ്റെ മാനേജറിന് ചോദിച്ചു നോക്കണം. മാനേജറിന് ഫസ്റ്റ് തന്നെയാണ് ഗൈസ്. പിന്നെ ഞാൻ എന്താ പറയുക ഫുള്ള് മൂഞ്ചി അവസ്ഥയിൽ പോയി. ഇത് ഞാൻ ചോദിച്ചു കൊടുക്കുക കുറച്ച് പൈസ ചോദിച്ചു കൊടുക്കുക എന്നോട്. ഒരു തരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇപ്പം എൻ്റെ പാർട്ട് 3 അല്ല പാർട്ട് 4 കാണാൻ വേണ്ടി നിങ്ങൾ നാളെ 6 മണിയാകുമ്പോൾ അല്ല 6 അല്ല ഒരു 7 മണിയാകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു ഗൈസ്. 7 മണിയാകുമ്പോൾ സെറ്റായിട്ട് ഇറങ്ങിക്കോളും. അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഇതൊരു 7 മണിക്ക് നമുക്ക് എത്തും ഗൈസ്. ഇപ്പം നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് വരുന്നത് ഗൈസ്. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ. നമ്മളിതിൻ്റെ പാർട്ട് ഇടും. അപ്പം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ ഒരു ബെല്ലേക്ക് ഉണ്ടാവും. അതൊന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ ഗൈസ് കിട്ടുന്നുണ്ടാവും. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ. അപ്പം ബൈ ബൈ.